ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ക് സ്റ്റിച്ച് ആണല്ലേ. ബാക്ക് സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ് ബോർഡിലും ചെയ്തു, നമ്മളൊരു മോട്ടീഫും ചെയ്തെടുത്തു. അപ്പം ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കുന്നുണ്ടെന്ന് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ വിബ്ഡ് റണ്ണിങ് ചെയ്തിട്ടുണ്ട്, അതേപോലെ വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ബോർഡിലാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അത് പിക്ചറിലേക്ക് മോട്ടിഫൈ ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ക്ലോത്തിൽ ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതുപോലെ നോർമൽ ബാക്ക് സ്റ്റിച്ച് ആണ് നമ്മൾ ആദ്യം ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വെച്ച് വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് എൻഡ് ചെയ്തത് അവിടെ സൂചി നമ്മൾ കുത്തിയിറക്കുക. ഈ ഒരു രീതിക്കാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുക അല്ലേ. ഇനി നമുക്ക് ഈ ഒരു ലൈൻ മുഴുവനായിട്ടും ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വരി ഫുള്ള് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ കെട്ടിട്ടിട്ട് ഇതൊന്ന് കെട്ടിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഈ ഒരു രീതിക്കാണ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമുക്കിത് വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു കളർ ത്രെഡും ഇതുപോലെ ഒരു 3 ലെയർ ത്രെഡ് യൂസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ സൂചി കുത്തിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ വിബ്ഡ് റണ്ണിങ്ങിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിന്റെയും ഉള്ളിലൂടെ നമ്മൾ സൂചി കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലോത്തിൽ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓരോ സ്റ്റിച്ചിന്റെയും ഉള്ളിലൂടെ നമ്മൾ രണ്ടാമത്തെ കളർ നൂല് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മൾ വിബ്ഡ് റണ്ണിങ് സ്റ്റിച്ച് വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ക്ലോത്തായിട്ട് ഇത് ഒരു രണ്ടാമത്തെ ത്രെഡ് കണക്റ്റ് ആയി നിൽക്കുള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗവും അവസാനിപ്പിക്കുന്ന ഭാഗത്തും മാത്രമാണ് നമ്മൾ ക്ലോത്തുമായിട്ട് രണ്ടാമത്തെ നൂലിനൊരു കണക്ഷൻ ഉണ്ടാവുക കേട്ടോ. മറ്റതൊക്കെ നമ്മൾ ചെയ്യുന്നത്, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ്. ക്ലോത്തായിട്ട് തീരെ നമുക്ക് ടച്ച് ഉണ്ടാവില്ല. ഈ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രമാണ് നമ്മളിത് കോർത്തെടുക്കുന്നത്. തുണിയിൽ കുത്തി ഇറക്കുന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മളിത് മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ നമുക്ക് ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സൂചി താഴേക്ക് കുത്തി ഇറക്കാട്ടോ ചെയ്യുന്നത്. നമുക്കത് കെട്ടിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പിക്ചറിലേക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനൊരു പിക്ചറാണ്. ഇത് നമുക്കിനി ഫ്രെയിമിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ചും വിബ്ഡ് ബാക്ക് സ്റ്റിച്ചും ഒക്കെ ചെയ്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഞാൻ നമ്മളെ പിക്ചർ ഫ്രെയിമിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്യാൻ വേണ്ടിയിട്ട് 3 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ലീഫിൻ്റെ പോർഷനാണ്. അപ്പോൾ ലീഫിൻ്റെ പോർഷനിൽ ഞാൻ ഈ ഒരു ഗ്രീനിൻ്റെ തന്നെ 2 കളർ യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ ഭാഗമൊക്കെ ഞാൻ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തത് 3 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ നമുക്ക് 3 കളർ ത്രെഡ് യൂസ് ചെയ്യാതെ 2 കളർ ത്രെഡ് യൂസ് ചെയ്ത് 2 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമ്മുടെ ഒരു ലീഫിൻ്റെ ഉള്ളിലുള്ള വെയിൻസ് പോലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ലൈറ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ലെയറാണ് സെയിം കളർ തന്നെ 2 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. നോർമൽ ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്കാട്ടോ 2 ലെയർ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു തിന്നായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് 3 ലെയർ യൂസ് ചെയ്തിട്ടാണ്. ഇതാകുമ്പോൾ കുറച്ചും കൂടി തിന്നായിട്ടുള്ള ഒരു ഭാഗമായിട്ടാട്ടോ കാണുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തത് 3 ലെയർ യൂസ് ചെയ്തിട്ടാട്ടോ. 3 ലെയർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് കുറച്ചുകൂടി കട്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 4 ലെയറോ അല്ലെങ്കിൽ ഒരു ഫുൾ 6 ലെയറൊക്കെ യൂസ് ചെയ്ത് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനത് ചെയ്യുന്നത് 3 ലെയർ യൂസ് ചെയ്തിട്ടാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ, അതായത് ചെറിയ ചെറിയ ലൈന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് കട്ടിയിൽ ചെയ്യണ്ട കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഭംഗി. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ലീഫിലൊക്കെ ചെയ്തില്ലേ വെയിൻസ് ഒക്കെ, അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 2 ലെയർ ത്രെഡൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് കട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവില്ല. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഭാഗത്തും അല്ലാത്ത ഭാഗത്തും ഒരേ രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഒരു 2 ലെയറൊക്കെ ചെയ്യാം. ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്താൽ മതി. അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒരു കട്ടിയിലൊക്കെ കുറച്ചുകൂടി കട്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 സ്ട്രാൻഡ്സ് വരെ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന പിക്ചറിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ത്രെഡ് സ്ട്രാൻഡ്സ് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുത്ത് ചെയ്യാവേ. ഈ പിക്ചർ ഇപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വിബ്ഡ് ബാക്ക് സ്റ്റിച്ചാണ് ഈ ഒരു മോഡൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിപ്പോൾ നമുക്ക് വിബ്ഡ് ബാക്ക് സ്റ്റിച്ച് ആക്കിയിട്ട് ഇത് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ തന്നെയാണ് ഞാൻ എടുത്തത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമേ.
അപ്പോൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്തതുപോലെ തന്നെ ഓരോ സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ നമ്മൾ സൂചി കോർത്ത് കടത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ രണ്ട് കളറിൽ ചെയ്യാൻ രണ്ട് കളറിൽ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ആകുമ്പോൾ രണ്ട് കളർ നമുക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണും. മറ്റേതാകുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല ഏത് സ്റ്റിച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് കളർ വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. സെയിം കളർ തന്നെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇതാകുമ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ് ആകുമ്പോൾ നല്ല ഭംഗിയിൽ കാണും കേട്ടോ. ഇങ്ങനെ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ സൂചി താഴേക്കൊന്ന് കുത്തി ഇറക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോഴേ നമുക്കത് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഇട്ടിട്ട് കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പ് റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സൂചി ഒന്ന് താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കാം. ഈ ഒരു രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ലീഫിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഡബിൾ കളർ യൂസ് ചെയ്തിട്ട് നമ്മൾ വിപ്ഡ് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടി നമുക്ക് അതേപോലെ ചെയ്തെടുക്കാവേ.
നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ക്ലോത്ത് ലൂസ് ആവും. അങ്ങനെയുള്ള സമയത്ത് ക്ലോത്ത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്ലോത്ത് ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ചെയ്യാം കേട്ടോ. കാരണം എന്താ പറയുക, നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്തേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ഷേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവുക. ലൂസ് ആവുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് സ്റ്റിച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫ്രെയിമിൽ നിന്ന് ഊരി കഴിഞ്ഞാൽ അത് കറക്റ്റ് ഒരു ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അഥവാ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് ലൂസായി പോകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് അവിടെ വെച്ച് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അതേ ഒരു രീതിയിൽ അതേ ഒരു പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയിലും ഭംഗിയിലും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവാം കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ഡിസൈനും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലുള്ള ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് മാത്രം, ഇപ്പോൾ ലീഫിൽ കൊടുത്തിട്ടുള്ള വെയിൻസിലൊക്കെ ബാക്ക് സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വിഗ്ഡ് ബാക്ക് സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടില്ല. ഈ ഭാഗങ്ങളിൽ മാത്രം ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതാണോ സ്റ്റിച്ച് നമ്മൾ ചെയ്യാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ആ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന മോട്ടീഫിൽ ഒരു 90% ഉണ്ടായിരുന്നാൽ മതി. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ഏതാണോ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ബാക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഏത് മോട്ടീഫ് അല്ലെങ്കിൽ ഏത് പാറ്റേൺ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഏത് സ്റ്റിച്ചാണോ യൂസ് ചെയ്യുന്നത് അതൊരു 90% നമ്മൾ ചെയ്തെടുക്കുക. ബാക്കി ഭാഗങ്ങളിൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ആ ഭാഗത്ത് ഏതാണോ സ്യൂട്ട് ആയിട്ടുള്ള സ്റ്റിച്ച് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ഈ ഒരു സ്റ്റിച്ചാണ്. നമ്മളത് സ്റ്റിച്ച് ബോർഡിലും ചെയ്തു, അതായത് വിഗ്ഡ് ബാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ബോർഡിൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ മോട്ടീഫിലും ചെയ്തെടുത്തു. അതേപോലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തെടുക്കുക കേട്ടോ. ഈ സ്റ്റിച്ചും ചെയ്ത് പഠിക്കുക, അതേപോലെ ഡിസൈന് വരച്ച് മോട്ടീഫൊക്കെ തയ്യാറാക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം കേട്ടോ. കാരണം ഞാൻ പറയുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവാന്നുള്ളത് എനിക്കൊരു അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമായിട്ട് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മനസ്സിലാവാത്ത രീതിയിലുള്ളതാണെങ്കിലൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയാം. എന്തുണ്ടെങ്കിലും കമൻറ്റിൽ പറയാം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഇനി ഏത് രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിലൊക്കെ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് പഠിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റിച്ചും ഇതെങ്ങനെയാണ് ഡിസൈനും പാറ്റേണും മോട്ടീഫ് അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതിലൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള അടുത്തൊരു സ്റ്റിച്ചും അതിൻ്റെ മോട്ടീഫൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന വർക്കൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ നിങ്ങളിതൊരു റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വെക്കുക. നിങ്ങളുടെ റെക്കോർഡ് ബുക്കായിട്ട് കീപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.